ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഐഫോണിൽ 3D വാൾപേപ്പറും അതുപോലെ തന്നെ നല്ലൊരു തീമും എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള അപ്ഡേഷനിൽ നമുക്ക് നല്ല എന്ത് ചെയ്യാൻ പറ്റും, സ്പേഷ്യൽ, പലർക്കും അറിയുന്ന കാര്യമാണ് സ്പേഷ്യൽ വാൾപേപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു 3D ടൈപ്പ് വാൾപേപ്പർ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ കളറിനനുസരിച്ച് തീമും സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാന്നുള്ളത് കണ്ടുനോക്കാം. ഇപ്പോഴത്തെ ഫോണ് ഗോൾഡാണ്. ഓക്കെ, ഗോൾഡ് കളർ 13 Pro. അപ്പോൾ എനിക്ക് ഈ ഒരു ഗോൾഡിലേക്ക് ഇതിൻ്റെ തീം മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാനിവിടെ ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്യുമ്പോൾ എഡിറ്റ് ഉണ്ടാവും. ഈ എഡിറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനിവിടെ എഡിറ്റിൽ പോവാം. എഡിറ്റിൽ പോയിട്ട് കസ്റ്റമേഴ്സ് എന്ന് കണ്ടാ. ഓക്കെ, കസ്റ്റമേഴ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ നമുക്ക് ഡാർക്ക് എന്നുള്ള മോഡിലേക്ക് വരുമ്പോൾ കണ്ടാൽ നല്ല ഡാർക്ക് മോഡിലേക്ക് തീം മാറി. ക്ലിയർ എന്നുള്ള മോഡിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്തു, ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ടൈപ്പിലേക്ക് തീം മാറി. ഇനി ടിൻറ്റ് എന്നുള്ള ഈ ഒരു മോഡിലേക്ക്, ഇതാണ് ഒരു ബെസ്റ്റ് മോഡ്. ഈ ഒരു മോഡിലേക്ക് നമ്മൾ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഏകദേശം എൻ്റെ ഫോണിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഗോൾഡ് ഷെയ്ഡിലേക്ക് ഞാൻ സെറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ ഫോണിൻ്റെ ആ ഒരു കളറിന് മാച്ച് ആയിട്ടുള്ള തീമായി മാറി എൻ്റെ ഫോൺ മൊത്തം. ഓക്കെ, ഇതേപോലെയുള്ള ഒരു ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോണിൻ്റെ കളർ സെയിം ആക്കാവുന്നതാണ്. ഇനി എൻ്റെ ഫോണിന്റെ വാൾപേപ്പർ എനിക്ക് എന്ത് ചെയ്യാം, 3D ടൈപ്പ് വാൾപേപ്പർ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയിട്ട് എന്ത് ചെയ്യുക, വാൾപേപ്പർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ന്യൂ വാൾപേപ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്ത് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഫോട്ടോ ഷെഫിൽ നിന്ന് കാണാൻ പറ്റും, ഫോട്ടോസിന്റെ അപ്പുറത്ത് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിൻഡോ ആണ് വരിക. ഈ നമ്മൾ ഈ ഫോട്ടോഷെഫിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ഫോട്ടോസ് മാനുവലി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കളക്ഷനിൽ പോയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഞാൻ ഫേവറേറ്റിൽ എൻ്റെ ഗാലറിയിൽ നിന്ന് ഞാൻ ഈ ഫോട്ടോ ആഡ് ചെയ്തു. ഈ ഒരു അനിമൽസിന്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തു. ഇനി ഇത് 3Dയിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ഇത് സ്പേഷ്യൽ ആക്കാനുള്ള ബട്ടണാണ്. അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അത് എന്ത് ചെയ്യും, അതിന്റെ ഒരു സ്പേഷ്യലിലേക്ക് അത് ജനറേറ്റ് ആയി കണ്ടോ, ഒരു മൂവ്മെന്റ് ഉള്ള പോലെ, ഒരു റിയലിസ്റ്റിക് ആയ പോലെ ആയി. ഇനി ഇത് ആഡ് കൊടുക്കുക. ആഡ് കൊടുക്കുമ്പോൾ ഇത് സേവ്ഡ് ആയി. സെറ്റ് ആസ് വാൾപേപ്പർ എന്നുള്ളത് രണ്ടോടത്ത് പോയി നമ്മൾ ഹോമിലും വാൾപേപ്പറും ആഡ് ചെയ്തതിനു ശേഷം ലോക്ക് സ്ക്രീനിലേക്ക് പോകാം. ഇത് ലോക്ക് സ്ക്രീൻ ഓൺ ആക്കുമ്പോൾ വാൾപേപ്പർ കൂടെ ആഡ് ചെയ്യും. ഈ വാൾപേപ്പറിൽ ഒരു മൂവ്മെന്റ് കണ്ടോ, നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഗൈസ്, ഇത് യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തീമും വാൾപേപ്പറും സെറ്റ് ചെയ്ത് നോക്കുക. അതുപോലത്തെ ചെറിയ ടിപ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ്.